ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. നെവിന് 7ന്റെ പണിയുമായി സ്പൈക്കുട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു പ്രൊമോ കണ്ടിരുന്നു അല്ലേ. കഴിഞ്ഞ വട്ടം സ്പൈക്കുട്ടൻ വീട്ടിലേക്ക് വന്നത് ലാലേട്ടനോടൊപ്പം ഹൈജീൻ ചെക്ക് ചെയ്യാനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടുകാർ വിചാരിച്ചത് ഒരുപക്ഷെ ഹൈജീൻ ചെക്ക് ചെയ്യാനായിരിക്കും സ്പൈക്കുട്ടൻ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളത്. അങ്ങനെ സ്പൈക്കുട്ടനെ കണ്ടതോടുകൂടി വീട്ടുകാരെല്ലാവരും ബെഡ്റൂമൊക്കെ വൃത്തിയാക്കി വെക്കുന്നു. ബെഡെല്ലാം നേരെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നേരെ കുടഞ്ഞ് മടക്കി എല്ലാം വൃത്തിയാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സ്പൈക്കുട്ടൻ നേരെ ചെല്ലുന്നത് നമ്മുടെ നെവിനടുത്തേക്കാണ്. നെവിനടുത്തേക്ക് പോയിട്ട് ഒരുപാട് നേരം നെവിനെ തന്നെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ വീട്ടുകാർ ചോദിക്കുകയാണ്, എന്താണ് നെവിൻ, നീ എന്ത് കള്ളത്തരമാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നെവിൻ ഒന്നും പറയുന്നില്ല. അതിനുശേഷം മസ്താനിയൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ നീ ആ ഒരു ടാസ്കിൽ റൂൾ ബ്രേക്ക് ചെയ്തുവല്ലോ, അതായത് ആംഗ്യ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ ഒരുപാട് തവണ സംസാരിച്ചല്ലോ, അതുകൊണ്ടായിരിക്കും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കുന്ന സമയത്തും സ്പൈക്കുട്ടന് യാതൊരു വിധത്തിലെ റിയാക്ഷനും ഇല്ല. അങ്ങനെ നെവിൻ ഒരു കാര്യം പറയുകയാണ്, ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നുള്ളത്. അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടെ സ്പൈക്കുട്ടൻ ആദ്യം തന്നെ ലിവിങ് റൂമിലേക്ക് പോകുന്നു. സ്പൈക്കുട്ടൻ്റെ പുറകെയായിട്ട് വീട്ടുകാരെല്ലാവരും ഓരോരുത്തരായിട്ട് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം സ്പൈക്കുട്ടൻ സ്റ്റോർ റൂം വഴി പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ നെവിനുള്ള 7ന്റെ പണി അവിടെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതായത് ലിവിങ് റൂമിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പകലുറക്കം, അലസത, ഉത്തരവാദിത്തമില്ലായ്മ. ഇത് ഇപ്പോൾ ഒരുപാട് സമയമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കാണുന്നുണ്ട്. ഇത്തവണത്തെ ക്യാപ്റ്റൻ അതൊന്നും ചോദ്യം ചെയ്യുന്നുമില്ല. അതിലും ഒരു ഉത്തരവാദിത്ത കുറവ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുന്ന സമയത്ത് 100 വട്ടം, അതായത് 100 തവണ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ചുറ്റും നെവിൻ ഓടണം. അതോടൊപ്പം തന്നെ അവിടെ വെച്ചിരിക്കുന്ന ബോർഡിൽ ഇനി ഞാൻ പകൽ ഉറങ്ങില്ല എന്നത് ഓരോ വട്ടവും ഓടിക്കഴിയുന്ന സമയത്ത് ആ ബോർഡിനകത്ത് പോയി കുറിക്കുകയും വേണം. ഇതാണ് നെവിന് കിട്ടിയിരിക്കുന്ന 7ന്റെ പണി. നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്തവണയായിട്ട് ക്യാപ്റ്റനാണ് സത്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ക്യാപ്റ്റൻ പോലും അത് ശ്രദ്ധിക്കാതെ ക്യാപ്റ്റൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ക്യാപ്റ്റൻ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ 7ന്റെ പണിയുമായിട്ട് സ്പൈക്കുട്ടൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത 7ന്റെ പണി ആർക്കായിരിക്കും കിട്ടുക എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. സോ നെവിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു 7ന്റെ പണിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? നിങ്ങൾ വലിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.